ടൊയോട്ടോൻ്റെ ചാലഞ്ചർ സീരീസിൽ വരുന്ന ഒരു 10 ഇഞ്ച് സബ് വൂഫറാണ്. അൺബോക്സ് ചെയ്യാം മച്ചി. അപ്പം ഇതാണ് 10 ഇഞ്ച് ടൊയോട്ടോൺ. ഓക്കെ, അപ്പം ഇതാണ് വൂഫർ. അപ്പോൾ ഡബിൾ മാഗ്നറ്റ് ആണ്, ഒരു ഷീൽഡ്, റബ്ബർ ഷീൽഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ തട്ടി നോക്കുന്നു. നല്ല സൗണ്ടാണ് കേൾക്കണേ. അപ്പോൾ ഇനിയാണ് ബാക്കിലുള്ള ഡീറ്റെയിൽസ്. അതായത് പീക്ക് പവർ 2200 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 600 വാട്ട് RMS അറ്റ് 4 ohms. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 600 വാട്ട് RMS എന്ന് പറയുമ്പോൾ 100 വാട്ട്സ് 150 വാട്ട്സ് അങ്ങനെയൊക്കെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം RMS റേറ്റിൽ കേട്ടോ. അപ്പോൾ TTA 1212 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അത്യാവശ്യം കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം കാഴ്ചയിൽ നല്ല കുഴപ്പമില്ലാത്ത ഒരു വൂഫറാണ്. നമുക്ക് അത്രയ്ക്കും ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു വൂഫർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഈ ഫ്രെയിം നമ്മളെ അലൂമിനിയം അങ്ങനത്തെ കൂടിയ ടൈപ്പ് ഫ്രെയിമൊന്നുമല്ല. സറൗണ്ട് കോൺ വലിയ കുഴപ്പമില്ല, റബ്ബർ സറൗണ്ടാണ്. അപ്പോൾ ടൊയോട്ടോൻ്റെ 10 ഇഞ്ച് സബ് വൂഫറാണ് ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന ഒരു നല്ല ടൈപ്പ് സബ് വൂഫർ. അപ്പോൾ ഇനി അധികം സമയം വയ്ക്കുന്നില്ല. നമ്മളിവിടെ ഇതൊരു സബ് വൂഫർ 10 ഇഞ്ച് ബോക്സ് ആണ്. അപ്പോൾ ഇതിലിട്ട് ടെസ്റ്റ് ചെയ്യാം, എന്നാലേ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഡാറ്റ ഒന്നും നോക്കാനില്ല. നിങ്ങൾക്കിപ്പോൾ എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഈ ടൈപ്പ് പാക്കിലാണ് ഇത് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഈ കളറിൽ വന്നതും മറ്റേത് ചുവപ്പ് കളറിൽ വരുന്നതും കണ്ടിട്ട് ഇത് രണ്ടുമാണ് ഒറിജിനൽ ടൊയോട്ടോ എന്ന് വിചാരിക്കരുത്. ഇവരുടെ പല വേരിയേഷനും ഉണ്ട്, പല കളർ വേരിയേഷനും പല ടൈപ്പിലും വരുന്നുണ്ട് സബ് വൂഫർ. ഇതിപ്പോൾ ചില മോഡൽസ് മാത്രമേ നമുക്കിപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൊയോട്ടോ ഓഡിയോ 10 ഇഞ്ച് ചാലഞ്ചർ സീരീസ് 2200 വാട്ട് PMBO ലോ ഡിസ്റ്റോർഷൻ ബ്ലാക്ക് കോൺ. ഇതേപോലെ തന്നെ ഇവിടെ ഒരു മാർക്കിംഗ് കാണാം, റെഡ് കോൺ മാർക്ക് ചെയ്തില്ല. ഈ വൂഫർ ഇതിൽ റെഡ് കോണാണ് വരുന്നതെങ്കിൽ ഈ ബ്ലാക്കിന് പകരം റെഡ് കോൺ മാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇമ്പിഡൻസ് 4 ohmsലും 8 ohmsലും വരുന്നുണ്ട്. ഇപ്പോൾ 4 ohms ആണ് ഈ വൂഫർ. മൊത്തം വെയിറ്റ് 5 kg അപ്രോക്സിമേറ്റ്, 1.5 ഇഞ്ച് വോയിസ് കോയിൽ. അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ ഇതാ അവിടെ പെട്ടിക്ക് മുകളിൽ. പക്ഷേ ഇത് അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രൈസ്. അപ്പോൾ അതിന് ആ പ്രൈസ് ഡീറ്റെയിൽസും വാങ്ങാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക ഇതിൽ ആ വാട്സപ്പ് നമ്പറിൽ. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം ഫുൾ പവറിൽ. ആദ്യം നമുക്ക് ലിൽ വെയിൻ്റെ ഒരു ബീറ്റ് ടോങ്. അപ്പോൾ ഇനി ഇട്ടാൽ അത് കോപ്പിറൈറ്റ് ആവും. നമുക്ക് NCS നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. 2000 സംതിങ്ങിനുള്ള ഒരു ബേസ് എന്തായാലും തീർച്ചയായിട്ടും ഇതെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതൊരു ഡിഫോൾട്ട് ബോക്സാണ്. 10 ഇഞ്ചുകൾക്ക് കൊടുക്കുന്ന ഡിഫോൾട്ട് ബോക്സാണ്. നമ്മളിപ്പോൾ ഈ ടൊയോട്ടോണിന് വേണ്ടി കാലിബ്രേറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് എടുത്ത ബോക്സ് ആകുമ്പോൾ അതിന് സൂപ്പർ എഫക്റ്റ് ആയിരിക്കും. അതേത് സബ് വൂഫർ ആയാലും ശരി, അതിനു വേണ്ടി കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പവർഫുൾ ആയിരിക്കും, അത് കറക്റ്റ് ആയിരിക്കും. മറ്റേത് ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു 50 അറൗണ്ടുള്ള ഫ്രീക്വൻസിക്ക് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിരിക്കും. ചിലത് 50 കൂടുതൽ ഉണ്ടാവില്ല, 60 or 70 ആ റേഞ്ചിലേക്കൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക. ചെറിയൊരു ലെങ്ത്ത് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ചെറിയൊരു ലെങ്ത്ത് എന്നുള്ളതല്ല ആ ട്യൂണിങ്ങിൻ്റെ ഉദ്ദേശം. പക്ഷേ ആ ബോക്സ് പോലെ അനുസരിച്ചിട്ട് അത് വളരെ വ്യത്യസ്തമായ ഒരു ട്യൂണിങ് പോർട്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഡിഫോൾട്ട് ബോക്സാണ്. ഇതിൽ കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഈ ഓഫറിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ റെഡ് ടൊയോട്ടോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് വീഡിയോ, അതൊന്ന് കണ്ടുവെക്കുക. ആ റെഡ് മാത്രമല്ല വേറെയും കളേഴ്സ് ഉണ്ടെന്ന് ഒന്നുകൂടെ പറയുന്നു.